മൈമാക്ക എന്ന് വിളിച്ച് പരിഹസിക്കുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുക. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. ഈ നബി വിരോധികൾ ഇതാ മുത്തുനബിയെ ദജ്ജാലിനോടൊപ്പം കൂട്ടിക്കെട്ടുന്നത് കാണൂ. പ്രസരിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡുണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അതിൻ്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. ഈ പുരോഹിത വർഗത്തിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിമർശിക്കുന്നതിൽ ദുഃഖമുണ്ടോ? അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മക്കും വാപ്പക്കും സ്വർഗം കിട്ടില്ലെന്ന് പറയുന്ന പുരോഹിതനെ ഒന്ന് കാണുക. അപ്പോ റസൂലുള്ളാന്റെ ബാപ്പാക്ക് ഉമ്മാക്ക് പോലും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. അപ്പോ റസൂലുള്ളാന്റെ ബാപ്പാക്ക് ഉമ്മാക്ക് പോലും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ മുശ്രിക്കാക്കുന്നത് കാണൂ. നബിന്റെ ഉമ്മ മുശ്രിക്കത്താണ്. നബിന്റെ ഉമ്മ മുശ്രിക്കത്താണ്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമാത്രം ഈ പുരോഹിത വർഗം പരിഹസിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഇനി നബിതങ്ങളുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തുകളെ പരിഹസിക്കുന്ന ഒരു കൂട്ടം പുരോഹിത വർഗത്തെ ഒന്നിച്ചു കാണൂ. നാരിയ സലാത്തോ അതല്ലെങ്കിൽ കമാലിയ സലാത്തോ മറ്റേതെങ്കിലും താജു സലാത്തോ ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കൃത്യമായ സലാത്തുകളുണ്ട്. ആ സലാത്തുകൾ തന്നെയാണ് നാം ചൊല്ലേണ്ടത്. നാരിയ എന്ന് പറഞ്ഞ സലാത്തുണ്ട്, എന്റെ സംഗതി തന്നെയാണ്. നരകത്തിൽ കടക്കണ സലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന ഒരു അർത്ഥം. وسلم دائما ابدا على حبيبك خير الخلق كلهم. അപ്പൊ സല്ലല്ലാഹു മൗലായ സല്ലി വസല്ലം ദായിമൻ അബദ. പിന്നെ പറഞ്ഞേ മൗലായ സല്ലി വസല്ലം ദായി. ഇങ്ങനെ അപ്പൊ ഏത് സ്റ്റൈലാ കിട്ടുക ആ സ്റ്റൈലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ലാ യസല്ലി വസല്ലം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അറബി ഭാഷയെ എരപ്പാക്കുന്ന വഷളാക്കുന്ന നടുറോട്ടിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാരുട്ടികളുടെയും മഹല്ല് കാരണവന്മാരുടെയും സ്വലാത്ത് എന്നിട്ട് മൗലായ സല്ലീവ ലിന്ദായി മനാബ ദാ.
ഇനി നബിക്ക് ഒരു സലാങ്ങളുണ്ടോ? നബിക്ക് സലാങ്ങളുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക. നബിയെ നിങ്ങൾക്ക് നബിനെ ഇങ്ങനെ വിളിച്ച് പറയാ. ഇങ്ങനെ മുഹമ്മദിക്ക് സലാങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇല്ലാലോ. ഞാൻ ബിച്ചമ്മനെ കണ്ടപ്പോ ബിച്ചമ്മോ സലാമലൈക്കും, പാലത്തെ സലാമലൈക്കും. അപ്പൊ എന്താ പറയും? മൂപ്പന്റെ ഫീസ് കൂടി അടിച്ചു പോയി കിട്ടും അല്ലേ? നമ്മൾ കൊണ്ടുങ്ങൾ കഴിക്കട്ടെ. പക്ഷെ നമ്മൾ എങ്ങനെ അറിയാത്തില്ല. മുഹമ്മദ് നബിന്റെ പേര് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഇത് പാട്ടാണ്. ഇസ്ലാമിലെ ഇബാദത്ത് എങ്ങനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പാനോട് പാട്ട് പാടിയാൽ 10 റുപ്യ വെച്ചിട്ട് പാട്ട് പാടിയാൽ ഒരൊറ്റ അടി തരൂലേ? ഇല്ലേ? ഇല്ലേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്താ? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോടും? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. റസൂലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടാണോ? കൂടെ പാടുവോ? അതുകൂടെ പറഞ്ഞ് പാടി നിങ്ങളെ നമുക്ക് പിരിഞ്ഞു പോകാട്ടോ. ഞാൻ അല്പം വൈകി നമ്മുടെ അല്ലേ? എന്നാ ഞാൻ പാട്ട് പാടട്ടെ. നിങ്ങൾ കൂടെ പാടോ? ആരെ കുറിച്ചാണ് നമ്മൾ പാടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടോ. ഞങ്ങൾക്കുണ്ടൊരു മുത്ത് നബി, മുഹമ്മദ് എന്ന് വിളിക്കും നബി, മക്ക മണ്ണിൽ ജനിച്ച നബി, മണൽ പരപ്പിൽ ജീവിച്ചു, ശിർക്കിൻ കോട്ട തകർക്കാനായി, തൗഹീദിന്റെ പണിയാനായി, വിയർപ്പൊഴുക്കിയ മുത്ത് നബി, കഠിനാധ്വാനം ചെയ്ത നബി. ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോടും? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. ഇനി പുണ്യ റസൂൽ അന്തിയുറങ്ങുന്ന മദീന, പുണ്യ മദീന, ആ മദീനയുടെ മണ്ണിൽ ജ്വലിച്ചു നിൽക്കുന്ന പച്ചക്കുബ്ബയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന പുരോഹിത വർഗത്തെ നമുക്കൊന്ന് കാണാം. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന. എന്തേ സലഫി ആ പച്ചക്കുബ്ബ ഇതുവരെ പൊളിച്ചു നീക്കാത്തത്? ഇനി കേൾക്കൂ ഒരു വഹാബി പൊട്ടത്തരം. മദീനയിലൂടെ ആ ജാറം, മദീനയിൽ ജാറുണ്ടോ? ഓ സലഫി, താങ്കൾ മദീനയിൽ പോയിട്ടില്ലേ? ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് മദീനയിലുള്ള ജാറം. ഇനി മറ്റൊരു വഹാബി പൊട്ടത്തരം കേൾക്കൂ. നബിയുടെ ഖബറിന്റെ മീതായിട്ടൊരു കുമ്പല്ല. ആയിഷ ബീവിന്റെ വീടും മറ്റ് 9 ഭാര്യമാരെ വീടും മദീന പള്ളിയുടെ ചെരുവിലാണ്. ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചുമരുണ്ട്. അപ്പൊ ആ വീടിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാള് അതിന്റെ മേലൊരു കുമ്പുണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു മൂലയില് റസൂലിന്റെ ഖബർ അടിയിൽപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു മൂലയില് റസൂലിന്റെ ഖബർ അടിയിൽപ്പെട്ടു. നബിയുടെ ഖബറിന്റെ മീതായിട്ടൊരു കുമ്പല്ല. സുബ്ഹാനല്ലാഹ്. ഇതാ നബി വിരോധി വീണ്ടും വരുന്നു. കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എടുക്കുന്നു. എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പട്ടും അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ഖബറ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയൂല. ഇവരുടെ കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എടുക്കുന്നു. എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പട്ടും അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. സുബ്ഹാനല്ലാഹ്. ഇനി കാണൂ നബിയുടെ പച്ചക്കുബ്ബ തകർക്കുമെന്ന് പറയുന്ന ഒരു പുരോഹിതനെ.
കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ അവരെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ